Hi students, welcome to Sapphire Future Academy Board Booster Series. സോ നമ്മൾ ഇന്ന് ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ പാർട്ട് 4 ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ 3 പാർട്ടുകളായിട്ട് ഏകദേശം നമ്മൾ 75% ചാപ്റ്റർ കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം ആ 3 പാർട്ട് പോയിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, 4th വരിക. സോ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ള കുറച്ച് മേജർ ടോപ്പിക്സ് ആണ് സാറ്റലൈറ്റ്സ്, അതുപോലെ തന്നെ എനർജി ഓഫ് സാറ്റലൈറ്റ്, ടൈം പീരീഡ് ഓഫ് സാറ്റലൈറ്റ്, ദെൻ കെപ്ലേഴ്സ് പ്ലാനറ്ററി കെപ്ലേഴ്സ് ലോ ഓഫ് പ്ലാനറ്ററി മോഷൻ. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളൂ. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് പ്രോബ്ലം എന്ത് ചെയ്യണം, സോൾവ് ചെയ്യണം. ഓക്കെ, നമുക്ക് മെല്ലെ ചാപ്റ്ററിലേക്ക് പോവാം. എന്താണ് സാറ്റലൈറ്റ്സ് ആണ് അല്ലെ, സാറ്റലൈറ്റ്സ്. സോ വാട്ട് ഈസ് സാറ്റലൈറ്റ്സ്? നിങ്ങൾ കേട്ടിട്ടുണ്ട് സാറ്റലൈറ്റ്സ്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇപ്പം TV ചാനലുകളിലൊക്കെ കാണുന്നതാണ് എന്ത്, സാറ്റലൈറ്റ്സ് വിക്ഷേപിച്ചു, ISRO സാറ്റലൈറ്റ്സ് വിക്ഷേപിച്ചു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും അല്ലെ. അപ്പൊ സാറ്റലൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇറ്റ്സ് എ ബോഡി വിച്ച് റിവോൾവ്സ് അറൌണ്ട് എ പ്ലാനറ്റ് അല്ലെ. ആ ഒരു പ്ലാനറ്റിന് ചുറ്റും എന്ത് ചെയ്യുക, ഓർബിറ്റ് ചെയ്യുന്ന ബോഡീസിനാണ് നമ്മൾ എന്ത് വിളിക്കുക, സാറ്റലൈറ്റ്സ് എന്ന് വിളിക്കുക അല്ലെ. അതായത് നമ്മളിപ്പോ ഒരു പ്ലാനറ്റ് എന്ന് വിചാരിക്കാം, എർത്ത് ആണ് പ്ലാനറ്റ്. ഓക്കെ, ഇത് എർത്ത് ആണ് കൺസിഡർ ചെയ്യുക അല്ലെ. സോ എർത്തിന്റെ റേഡിയസ് 6 ആണ്. എർത്തിന് ഒരു പർട്ടിക്കുലർ മാസിന്റെ എത്രയാ, ക്യാപിറ്റൽ M ആണ് ചോദിക്കുക. ഈ എർത്തിന് ചുറ്റും ഒരു ഓർബിറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ഈ ഓർബിറ്റിൽ റിവോൾവ് ചെയ്യുന്ന ബോഡീസിനാണ് നമ്മൾ എന്ത് വിളിക്കുക, സാറ്റലൈറ്റ്സ് എന്ന് വിളിക്കുക അല്ലെ. സോ എർത്ത് നിന്ന് ഈ ബോഡിയിലേക്കുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് h ആണെന്ന് കൂട്ടിക്കോ. അങ്ങനെയാണ് ഈ ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ്, സ്മോൾ r ആണ് ആണല്ലോ. സോ അങ്ങനെയാണെങ്കിൽ സാറ്റലൈറ്റ് എവിടെയാണ് ഉണ്ടാവുക, ഇവിടെയാണ് ഉണ്ടാവുക. So satellites are the bodies which orbiting around the sun, planet ആണ് അല്ലെ. ഏത് പ്ലാനറ്റ് ഏതു ആവാം, എർത്ത് ആവാം, ബാക്കി ഒരുപാട് പ്ലാനറ്റ്സ് ഉണ്ടല്ലോ അല്ലെ. എർത്തിനാകെ മീൻസ് എന്താണ്, സാറ്റലൈറ്റ്സ് 2 ടൈപ്പ് ഓഫ് സാറ്റലൈറ്റ്സ് ഉണ്ട്. ഏതൊക്കെയാണ്, ഒന്ന് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സും അതുപോലെ തന്നെ നാച്ചുറൽ സാറ്റലൈറ്റ്സ് അല്ലെ. എർത്തിനാകെ ഒറ്റ നാച്ചുറൽ സാറ്റലൈറ്റ് ഉള്ളൂ. ഏതാണത്, മൂണാണ് എർത്തിന്റെ നാച്ചുറൽ സാറ്റലൈറ്റ്. അതുപോലെ തന്നെ എർത്തിന് ഒരുപാട് എന്തുണ്ട്, ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് ഉണ്ട്. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അറിയാം കുറെ ഏതൊക്കെയാണ് ആദ്യത്തെ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ഒക്കെ നിങ്ങൾക്ക് അറിയാം. ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. സോ നമുക്ക് അതിന്റെ ഫിസിക്കൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയാനുള്ളത്. നെക്സ്റ്റ് എന്താണ്, ഈ ഒരു സാറ്റലൈറ്റ്സ് റിവോൾവ് ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ വെലോസിറ്റിയിലായിരിക്കും. അതിനെ നമ്മൾ വിളിക്കുന്നതാണ് ഓർബിറ്റൽ വെലോസിറ്റി എന്ന് വിളിക്കുക. സോ നമുക്ക് എന്ത് ചെയ്യണം, അടുത്ത ഓർബിറ്റൽ വെലോസിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത്. നോക്കിക്കോ. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, ഓർബിറ്റൽ വെലോസിറ്റി ഓഫ് സാറ്റലൈറ്റ് ആണ്. സോ വാട്ട് ഈസ് ഓർബിറ്റൽ വെലോസിറ്റി? നോക്കിയോ, ഞാൻ നേരത്തെ പറഞ്ഞ എന്താണ്, ഓർബിറ്റൽ വെലോസിറ്റി ഓഫ് എ സാറ്റലൈറ്റ് ഈസ് ദ വെലോസിറ്റി റിക്വയർഡ് ടു പുട്ട് എ സാറ്റലൈറ്റ് ഇൻ ദ ഓർബിറ്റ് ആണ് അല്ലെ. ഒരു സാറ്റലൈറ്റിനെ ഒരു ഓർബിറ്റിൽ പുട്ട് ചെയ്യാൻ നമ്മൾ കൊടുക്കുന്ന എനർജി, അല്ലെങ്കിൽ അതിനെ കൊടുക്കുന്ന എനർജി അല്ല, വെലോസിറ്റിനെ നമ്മൾ എന്ത് വിളിക്കുക, ഓർബിറ്റൽ വെലോസിറ്റി എന്ന് വിളിക്കുക അല്ലെ. സോ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഈ ഓർബിറ്റൽ വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ചെറിയൊരു ഡെറിവേഷൻ ഉണ്ട്. സോ വളരെ ചെറിയ ഡെറിവേഷൻ ആണ്, നോക്കിയോ. ഓക്കെ, ഞാൻ നേരത്തെ വരച്ച അതേ ഫിഗർ വരയ്ക്കുകയാണ്. ഇത് എർത്താണ്, എർത്തിന്റെ റേഡിയസ് 6 ആണ്. സോ എർത്തിന് ചുറ്റും എന്ത് ചെയ്യുന്നുണ്ട്, സാറ്റലൈറ്റ്സ് റിവോൾവ് ചെയ്യുന്നതിന്റെ സർക്കുലർ പാത്തില് റിവോൾവ് ചെയ്യുന്നുണ്ട് അല്ലെ. സോ എർത്ത് ആ ഒരു ഓർബിറ്റിലേക്കുള്ള ഡിസ്റ്റൻസ് എന്താണ്, ക്യാപിറ്റൽ H ആണെന്ന് വിളിക്കുക. ഈ ഒരു ഡിസ്റ്റൻസ് എത്രയാ, സ്മോൾ r ആണല്ലോ. അപ്പൊ ഈ ഒരു സാറ്റലൈറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, എർത്തിന് ചുറ്റും സർക്കുലർ മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്കറിയാം, സർക്കുലർ മോഷൻ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ഈ ബോഡിക്ക് എന്ത് വേണം, സെൻട്രിപെറ്റൽ ഫോഴ്സ് വേണം അല്ലെ. സെൻട്രിപെറ്റൽ ഫോഴ്സ് എങ്ങോട്ടേക്കും ഇങ്ങോട്ടുണ്ടാവുക, ഇൻടു ദ സെന്ററിലേക്ക് എന്തുണ്ട്, ഒരു ഫോഴ്സ് ഉണ്ട്. സോ അത് സെൻട്രിപെറ്റൽ ഫോഴ്സ് ആണ്. ഇവിടെ ഈ സെൻട്രിപെറ്റൽ ഫോഴ്സ് ആരാ പ്രൊവൈഡ് ചെയ്യുന്നത്, ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്ന ആരാണ്, ദ ഗ്രാവിറ്റേഷണൽ അട്രാക്ഷൻ ബിറ്റ്വീൻ ദീസ് 2 ബോഡീസ് ആണ് അല്ലെ. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദീസ് 2 ബോഡീസ് ആണ്. ഇതിന്റെ മാസ് എന്ന് പറയുന്നത് M ആണ് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, സെൻട്രിപെറ്റൽ ഫോഴ്സ് mv²/r ഈക്വൽ ടു വാട്ട് ഈസ് v? v is the orbital velocity ആണ് അല്ലെ. സോ ഞാൻ VO എന്ന് കൊടുത്തു. വിച്ച് ഈസ് ഈക്വൽ ടു എന്താന്ന് ഞാൻ പറഞ്ഞത്, ഇവിടെ ഇതിന് സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ എർത്തും ഈ ബോഡിയും തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് അല്ലെ. അതെങ്ങനെ കണ്ടുപിടിക്കുക, gmm ഡിവൈഡഡ് ബൈ എന്ത് വരും, r² വരും അല്ലെ. സോ ഇതിനകത്ത് m കട്ട് ചെയ്ത് പോയി, അതുപോലെ തന്നെ r കട്ട് ചെയ്ത് പോയി. ബാക്കി എന്തുണ്ട്, v²r ഈക്വൽ ടു gm ഡിവൈഡഡ് ബൈ r ആണ്. ഇതിനകത്ത് v0 ഈക്വൽ ടു എന്ത് വരും, √gm ഡിവൈഡഡ് ബൈ r ആണ് അല്ലെ. ഇതാണ് എന്ത്, ഓർബിറ്റൽ വെലോസിറ്റിയുടെ ഇക്വേഷൻ, വേർ r ഈക്വൽ ടു എന്താണ്, ക്യാപിറ്റൽ R പ്ലസ് h ആണല്ലോ. r ഈക്വൽ ടു ക്യാപിറ്റൽ R പ്ലസ് h ആണ്. അപ്പൊ നിങ്ങൾ നോക്കിക്കോ, ഓർബിറ്റൽ വെലോസിറ്റി ഓഫ് എ സാറ്റലൈറ്റ് എന്തിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്, ദെൻ മാസ് ഓഫ് ദ പ്ലാനറ്റ് ആണ്. മാസ് ഓഫ് ദ ബോഡിനെ എന്ത് ചെയ്യുന്നില്ല,
ഡിപ്പെൻഡ് ചെയ്യുന്നില്ല അല്ലെ. സാറ്റലൈറ്റ് ഏതും ആയിക്കോട്ടെ, സാറ്റലൈറ്റിന്റെ വെയിറ്റ് എന്തും ആയിക്കോട്ടെ, പക്ഷെ അതിന്റെ ഓർബിറ്റൽ വെലോസിറ്റി എന്തായിരിക്കും? സെയിം ആയിരിക്കും അല്ലെ. ഡിഫറെന്റ് വെയിറ്റിലുള്ള രണ്ട് സാറ്റലൈറ്റ്സിന്റെ ഓർബിറ്റൽ വെലോസിറ്റി എന്തായിരിക്കും? സെയിം ആയിരിക്കും ആണല്ലോ. വാട്ട് ഈസ് ആർ? ആർ ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം സെന്റർ ഓഫ് ദ എർത്ത് ഇൻ ടു സാറ്റലൈറ്റ് ആണ് അല്ലെ. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, എർത്തിന് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു ഓർബിറ്റിലാണ് എന്ത് ചെയ്യുക? സാറ്റലൈറ്റ് റിവോൾവ് ചെയ്യുന്നെന്ന് വിചാരിക്കുക അല്ലെ. അതായത് എർത്തിന് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഏതോ ഒരു ഓർബിറ്റിലാണ് എന്ത് ചെയ്യുന്നത്? സാറ്റലൈറ്റ് റിവോൾവ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് പറഞ്ഞൂടെ ആർ ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എന്തായിരിക്കും? ക്യാപിറ്റൽ ആർ ആയിരിക്കും. കാരണം എന്താ? എച്ച് ഈക്വൽ ടു നിയർലി ഈക്വൽ ടു എന്താ? 0 ആയിരിക്കും അല്ലെ. അങ്ങനെയാണെങ്കിൽ ആർ ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ആർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എന്താണ് വരിക? V0 ഈക്വൽ ടു എന്ത് വരും? GM ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ആർ ആണ് ആണല്ലോ. സോ ഇതെല്ലാം നിങ്ങൾക്ക് അറിയുന്ന വാല്യൂസ് ആണ് അല്ലെ. G എത്രയാന്ന് അറിയാം, M അറിയാം, മാസ് ഓഫ് എർത്ത് അറിയാം, അതുപോലെ തന്നെ ആറിന്റെ വാല്യൂ അറിയാം അല്ലെ. ഇതെല്ലാം അറിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഓർബിറ്റൽ വെലോസിറ്റി കിട്ടും. ഏകദേശം നമുക്ക് കിട്ടുക 8 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ്. 8 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ്. ക്ലിയർ ആണല്ലോ. ഇത്രയേ ഉള്ളൂ എന്തുള്ളൂ? നമുക്ക് ഓർബിറ്റൽ വെലോസിറ്റി ഓഫ് സാറ്റലൈറ്റ്സ് ഉള്ളൂ അല്ലെ. അതുപോലെ തന്നെ ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ടൈം പീരീഡ് ഓഫ് സാറ്റലൈറ്റ് ആണ് അല്ലെ. നമ്മളിപ്പോ നേരത്തെ വെലോസിറ്റി ഓഫ് സാറ്റലൈറ്റ് പഠിച്ചു. ഇനി എന്താണ്? ടൈം പീരീഡ് ഓഫ് സാറ്റലൈറ്റ് അല്ലെ. വളരെ ചെറിയൊരു ഡെറിവേഷൻ ആണ്. നോക്കി, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാം. എന്താണ്? വാട്ട് ഈസ് ദ ഇക്വേഷൻ ഫോർ ടൈം പീരീഡ്? വാട്ട് ഈസ് ഇക്വേഷൻ ഫോർ ടൈം പീരീഡ്? അത് നോക്കിക്കോളൂ. എന്താ വരിക? ടൈം പീരീഡ് ഈക്വൽ ടു, നമുക്കറിയാം വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ആണല്ലോ. അതിന്റെ അകത്ത് ടൈം ഈക്വൽ ടു എന്ത് കിട്ടും? ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ വെലോസിറ്റി ആണ് അല്ലെ. സോ എന്താ കിട്ടും? ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ സാറ്റലൈറ്റ് അല്ലെ. സാറ്റലൈറ്റ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എത്രയായിരിക്കും? നിങ്ങൾക്കറിയാം എർത്തിന് ചുറ്റും സാറ്റലൈറ്റ് എങ്ങനെയാ റിവോൾവ് ചെയ്യുന്നത്? സർക്കുലർ ഓർബിറ്റിലാണ്. അതിന്റെ റേഡിയസ് എത്രയായിരിക്കും? 6 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു ഫുൾ റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യാൻ ഈ ഓർബിറ്റ് എടുക്കുന്ന ടൈം പീരീഡ് എത്രയാ വരിക? അല്ലെങ്കിൽ ഒരു ഫുൾ റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സഞ്ചരിക്കുന്ന ദൂരം എത്രയായിരിക്കും? 2πr ആയിരിക്കും. 2πr ആയിരിക്കും ഡിവൈഡഡ് ബൈ എന്താ? വെലോസിറ്റി ആണ് അല്ലെ. സോ വാട്ട് ഈസ് ദ വെലോസിറ്റി ഓഫ് ദി സാറ്റലൈറ്റ്? നിങ്ങൾ ഇപ്പൊ പഠിച്ചു എത്രയാ? ഓർബിറ്റൽ വെലോസിറ്റി ആണ്. സോ വാട്ട് ഈസ് ടൈം പീരീഡ്? ടൈം പീരീഡ് ഈസ് ദ ടൈം റിക്വയർഡ് ടു കംപ്ലീറ്റ് 1 റെവല്യൂഷൻ ആണ് അല്ലെ. സാറ്റലൈറ്റിന് ഒരു റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം ആണ് എന്ത്? ടൈം പീരീഡ് എന്ന് പറയുന്നത് അല്ലെ. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് പറയാം? 2πr ഡിവൈഡഡ് ബൈ V0. സോ വാട്ട് ഈസ് V0? നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. എന്താണ്? GM ബൈ R ആണ് ആണല്ലോ. സോ അപ്പൊ ഇതിനെങ്ങനെ എനിക്ക് മാറ്റി എഴുതാം? T is equal to 2π into ഇത് റെസിപ്രോക്കൽ മീൻസ് ഒരു ഫ്രാക്ഷൻ വെച്ച് അടുത്ത ഫ്രാക്ഷൻ ഡിവൈഡ് ചെയ്യാണ് അല്ലെ. എന്ത് ചെയ്താൽ മതി? ഇതിന്റെ റെസിപ്രോക്കൽ കണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എന്ത് വരും? ഇൻറ്റു റൂട്ട് R ഡിവൈഡഡ് ബൈ GM ആണ് ആണല്ലോ. സോ ഇതെനിക്ക് എങ്ങനെ എഴുതാം? T ഈക്വൽ ടു 2π. ഈ ആറിനെ ഉള്ളോട്ട് എടുക്കുകയാണ്. സോ ഉള്ളോട്ട് എടുത്താൽ എന്താവും? R സ്ക്വയർ ആവും. R സ്ക്വയർ ഇൻറ്റു R ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക? R ക്യൂബ് വരും ഡിവൈഡഡ് ബൈ GM ആണ്. ഇതാണ് എന്ത്? ടൈം പീരീഡിന്റെ ഇക്വേഷൻ. ക്ലിയർ ആണല്ലോ. ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ ടൈം പീരീഡ് ഓഫ് എ സാറ്റലൈറ്റ് ആണ്. സോ ഞാൻ നോക്കുക, ഞാൻ ഈ രണ്ട് ഭാഗം ഒന്ന് സ്ക്വയർ ചെയ്യുക. രണ്ട് ഭാഗം സ്ക്വയർ ചെയ്ത് എന്താ വരിക? T സ്ക്വയർ ഈക്വൽ ടു 4π സ്ക്വയർ എന്ത് വരും? R ക്യൂബ് ഡിവൈഡഡ് ബൈ GM ആണ് അല്ലെ. സോ ഇതിൽ 4 എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആണ്, π കോൺസ്റ്റന്റ് ആണ്, G കോൺസ്റ്റന്റ് ആണ്, M കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയാണ് എനിക്ക് പറഞ്ഞൂടെ T സ്ക്വയർ ഈസ് പ്രൊപ്പോർഷണൽ ടു R ക്യൂബ് എന്ന്. അതായത് സ്ക്വയർ ഓഫ് ദ ടൈം പീരീഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ക്യൂബ് ഓഫ് ദി റേഡിയസ് ആണ്, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ആണ്. ഡിസ്റ്റൻസ് ഫ്രം സെന്റർ ഓഫ് ദി എർത്ത് ടു ദ സാറ്റലൈറ്റ് ആണ്. ക്ലിയർ ആണല്ലോ. ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ എന്താണ്? ടൈം പീരീഡ് ഓഫ് സാറ്റലൈറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്യാം. എന്താണ് നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാല്? ദാറ്റ് ഈസ് ആംഗുലർ മൊമെന്റം ഓഫ് സാറ്റലൈറ്റ് ആണ്. എന്താണ് ആംഗുലർ മൊമെന്റം ഓഫ് സാറ്റലൈറ്റ്? വാട്ട് ഈസ് ആംഗുലർ മൊമെന്റം? ഇറ്റ് ഈസ് ദ മൊമെന്റ് ഓഫ് മൊമെന്റ് ആണ് അല്ലെ. ആംഗുലർ മൊമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മൊമെന്റ് ഓഫ് മൊമെന്റ് ആണ്. നിങ്ങൾ ആംഗുലർ മൊമെന്റ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക എങ്ങനെയാണ്? ക്യാപിറ്റൽ L വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. സോ നോക്കിക്കോളൂ, എന്ത് വരും? L ഈസ്, അതായത് ആംഗുലർ മൊമെന്റ് എന്ന് പറയുന്നത് വെക്ടർ ക്വാണ്ടിറ്റി ആണ് അല്ലെ. സോ വെക്ടർ L ഈസ് ഈക്വൽ ടു R ക്രോസ് P ആണ് അല്ലെ. R ക്രോസ് P ആണ്. അല്ലെങ്കിൽ എന്ത് കിട്ടും? L ഈക്വൽ ടു R ക്രോസ് വാട്ട് ഈസ് P? P എന്ന് പറഞ്ഞാൽ ലീനിയർ മൊമെന്റം ആണ് അല്ലെ. ലീനിയർ മൊമെന്റം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താ? mv ആണ്.
നിങ്ങൾക്കറിയാം ഒരു ഒബ്ജക്റ്റ് സർക്കുലാർ മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിന്റെ റേഡിയസ് ആറാന്ന് വിചാരിച്ചോ, ഒബ്ജക്റ്റ് ഇവിടെയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഇക്വേഷൻ എന്താ വരിക? mvr sin തീറ്റ വരും ആണല്ലോ. തീറ്റ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ വെലോസിറ്റി വെക്ടർ ആൻഡ് റേഡിയസ് വെക്ടർ ആണ്. ഇവിടെ റേഡിയസ് വെക്ടർ ഇങ്ങോട്ടും വെലോസിറ്റി വെക്ടർ ഇങ്ങോട്ടും ആണല്ലോ. അപ്പൊ ഈ ആംഗിൾ എത്രയാ വരിക? 90 ഡിഗ്രി വരും. സോ അങ്ങനെയാണെങ്കിൽ L ഈക്വൽ ടു എനിക്ക് എന്ത് പറയാം? mvr എന്ന് പറഞ്ഞൂടെ അല്ലെ? mvr എന്ന് പറയാ. സോ അങ്ങനെയാണെങ്കിൽ ആംഗുലർ മൊമെന്റം ഓഫ് സാറ്റലൈറ്റ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? L ഈക്വൽ ടു mvr ആണ് ആണല്ലോ. സോ വേർ r ഈക്വൽ ടു എന്താണ്? ക്യാപിറ്റൽ R പ്ലസ് h ആണ് അല്ലേ? ഓക്കെ, ഇനി നോക്കിക്കോളൂ എന്ത് വരും? L ഈക്വൽ ടു m ഇൻറ്റു വാട്ട് ഈസ് v? v എന്ന് പറഞ്ഞാൽ എത്രയാ? ദാറ്റ് ഈസ് ഓർബിറ്റൽ വെലോസിറ്റി ഓഫ് സാറ്റലൈറ്റ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്താണ്? gm/r ആണ്. ഇൻറ്റു എന്തുണ്ട്? ഒരാർ ഉണ്ട്. ക്ലിയർ അല്ലേ? സോ അപ്പൊ എന്ത് വരും? m ഇൻറ്റു റൂട്ട് gm ഇൻറ്റു എന്ത് വരും? ഒരു റൂട്ട് r വരും അല്ലെ? സോ അപ്പൊ എത്രയാ വരിക? റൂട്ട് gm r ഇൻറ്റു എന്തുണ്ട്? ഒരു m കൂടി വരും. ഇതാണ് എന്ത്? ആംഗുലർ മൊമെന്റം ഓഫ് എ സാറ്റലൈറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? സോ വളരെ സിമ്പിൾ ആണ് കൺസെപ്റ്റ്. ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ ആംഗുലർ മൊമെന്റം ഓഫ് എ സാറ്റലൈറ്റ് ആണ്. റെഡി ആണല്ലോ? ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് എന്താന്ന് നോക്കാം. എന്താണ്? നോക്കിക്കോളൂ. എന്താണ്? എനർജി ഓഫ് എ സാറ്റലൈറ്റ് അല്ലെ? നമ്മൾ ടൈം പീരീഡ് പറഞ്ഞു, മൊമെന്റം പറഞ്ഞു. സോ അടുത്ത എന്താണ്? എനർജി ഓഫ് എ സാറ്റലൈറ്റ് എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ എന്താ പറയുന്നത്? when a satellites revolve around a planet in the orbit it possess both kinetic and potential energy ആണല്ലോ. സോ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് എന്തായിരിക്കും? നോക്കിയോ, ടോട്ടൽ എനർജി എന്താ വരിക? ടോട്ടൽ എനർജി അല്ലെങ്കിൽ ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു എന്താ വരിക? പൊട്ടൻഷ്യൽ എനർജി പ്ലസ് ദാറ്റ് ഈസ് കൈനറ്റിക് എനർജി ആയിരിക്കും ആണല്ലോ. അപ്പൊ നമ്മൾ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കണം. പൊട്ടൻഷ്യലും കൈനറ്റിക് ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കണ്ടുപിടിക്കണം. എന്താണ് പൊട്ടൻഷ്യൽ എനർജി വരിക? സോ പൊട്ടൻഷ്യൽ എനർജി ആണ് പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, സാറ്റലൈറ്റിന്റെ പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. U ഈക്വൽ ടു എന്ത് വരും? -gmm ഡിവൈഡഡ് ബൈ r ആണ്. ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? എന്താണ്? ഒരു എർത്തിന് ചുറ്റും റിവോൾവ് ചെയ്യുന്ന ഒരു ബോഡി. ഇവിടെ m ഉണ്ട് ചോദിച്ചോ അല്ലെ? അല്ലെങ്കിൽ m ഇവിടെയാണെന്ന് വിചാരിച്ചോ. എന്ത് വരും? ഇവിടേക്കുള്ള റേഡിയസ് ആണ് എന്ത്? h എന്ന് പറയുന്നത്. ഇത് ക്യാപിറ്റൽ R ആണ്. സോ ഇത് നമ്മളുടെ ഡിസ്റ്റൻസ് എത്രയാ? 6 ആണെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ബോഡിയുടെ എന്ത് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? -gmm/r ഈക്വൽ ആയിരിക്കും. ഇതിനകത്ത് എന്ത് കിട്ടും? V is inversely proportional to 1/r എന്ന് കിട്ടും അല്ലെ? അങ്ങനെയാണെങ്കിൽ v r കൂടുമ്പോൾ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് കൂടുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി കൂടുകയാണ് ചെയ്യുക, കുറയാണ് ചെയ്യുക? ശരിക്കും ഇവിടെ ഈ മൈനസ് ഇല്ലെങ്കിൽ നമുക്ക് എന്ത് പറയായിരുന്നു? when r increases u decreases എന്ന് പറയായിരുന്നു അല്ലെ? പക്ഷെ ഇവിടെ ഒരു മൈനസ് ഉണ്ടായതുകൊണ്ട് അതിന്റെ നേരെ റിവേഴ്സ് എഫക്റ്റ് ആണ് ഉണ്ടാവുക. എങ്ങനെ? r is increases u also increases, r is decreases u also decreases അല്ലെ? അതായത് റേഡിയസ് കൂടുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി കൂടും, റേഡിയസ് കുറയുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി എന്താണ്? കുറയും. ക്ലിയർ ആണല്ലോ? സോ നെക്സ്റ്റ് എന്താണ്? കൈനറ്റിക് എനർജി ആണ്. കൈനറ്റിക് എനർജി സോ കൈനറ്റിക് എനർജി എന്താ വരിക? കൈനറ്റിക് എനർജി എന്ത് വരും? കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണെന്ന്. K is equal to half mv square അല്ലെ? half mv square ആണല്ലോ. അപ്പൊ നിങ്ങൾക്കറിയാം ഹാഫ് ഇൻറ്റു m ഇൻറ്റു വാട്ട് ഈസ് v? v എന്ന് പറഞ്ഞാൽ ഓർബിറ്റൽ വെലോസിറ്റി ആണ് അല്ലെ? √gm/r. അതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? gm/r കിട്ടും. സോ അപ്പൊ ആൻസർ എന്താ വരിക? gmm ഡിവൈഡഡ് ബൈ 2r ആണ് അല്ലെ? സോ എന്ത് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്? സോ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/r ആണ് അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ r is increases, kinetic energy also increases. r it decreases, kinetic energy also decreases. ക്ലിയർ ആണല്ലോ? അവിടെ കൈനറ്റിക് എനർജി നമുക്ക് കിട്ടി. ഇനി എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ടോട്ടൽ എനർജി കണ്ടുപിടിക്കണം അല്ലെ? അപ്പൊ പൊട്ടൻഷ്യലും കിട്ടി, കൈനറ്റിക്കും കിട്ടി. സോ ഇത് ഇക്വേഷൻ നമ്പർ 1 ആണ്, ഇത് ഇക്വേഷൻ നമ്പർ 2 ആണ്. സോ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എനർജി ഈക്വൽ ടു എന്താ വരിക? നോക്കിക്കോളൂ.
എന്ത് വരും? ടോട്ടൽ എനർജി ഈക്വൽ ടു വാട്ട് ഈസ് പൊട്ടൻഷ്യൽ എനർജി ഇക്വേഷൻ എന്തായിട്ട് മൈനസ് ജി എം എം ഡിവൈഡഡ് ബൈ ആർ പ്ലസ് എന്ത് വരും? ജി എം എം ഡിവൈഡഡ് ബൈ 2r ആണ്. ആണല്ലോ. അപ്പൊ ഇതിന്റെ അകത്ത് ഇത് മൈനസ് ചെയ്താൽ പോരെ? എന്താ വരിക? ഇതിന്റെ അകത്ത് ഞാൻ ഇപ്പം ജി എം എം ബൈ ആർ കോമൺ ആക്കി എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്തുണ്ട്? ഇവിടെ ഒരു 1 ഉണ്ട്, -1 ഉണ്ട്, പിന്നെ എന്താ ഉള്ളത്? ഇവിടെ ഒരു ഹാഫും ഉണ്ട്. ആണല്ലോ. ഇത് ചെയ്ത ആൻസർ കിട്ടുക മൈനസ് ജി എം എം ബൈ 2r കിട്ടും. എന്ത്? ടോട്ടൽ എനർജി എന്ന് പറയുന്നത് അല്ലെ? അങ്ങനെയാണെങ്കിൽ r കൂടുമ്പോ ടോട്ടൽ എനർജി കൂടുകയാണ് ചെയ്യുക, കുറയുകയാണ് ചെയ്യുക. ഇവിടെ ഒരു മൈനസ് സൈൻ ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് പറയാം? when r is increases total energy increases, when r is decreases total energy also decreases. ക്ലിയർ ആണല്ലോ? അപ്പൊ TE is inversely proportional to -1/r ആണ്. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് ടിയും കിട്ടി, പൊട്ടൻഷ്യൽ കിട്ടി, കൈനറ്റിക്കും കിട്ടി. ആണല്ലോ. ഈ ഒരു ചെറിയ റിലേഷൻ പറയാനുണ്ടായിരുന്നു. നോക്കിക്കോളൂ. അപ്പം നോക്കിക്കേ എന്താ വരിക? സോ പൊട്ടൻഷ്യൽ ഇക്വേഷൻ എന്താ കിട്ടി? P is equal to that is minus gmm by r ആണ്. കൈനറ്റിക് എനർജി is equal to എന്ത് വന്നു? gmm divided by 2r ആണ്. അടുത്തത് ടോട്ടൽ എനർജിയുടെ ഇക്വേഷൻ എന്താ വന്നത്? that is gmm divided by 2r ആണ്. ഒരു മൈനസും ഉണ്ട്. ആണല്ലോ. അപ്പൊ ഈ മൂന്ന് ഇക്വേഷൻ കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ ഈ കൈനറ്റിക് എനർജിന്റെ കൂടെ ഒരു -1 ആഡ് ചെയ്യുന്ന വിചാരിച്ചു, മൾട്ടിപ്ലൈ ചെയ്യുന്ന വിചാരിച്ചോ, അല്ലെങ്കിൽ -1 ഡിവൈഡഡ് ബൈ -1 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഈ കൈനറ്റിക് എനർജി ഉള്ളത് ടോട്ടൽ എനർജി മാറും. ആണല്ലോ. അങ്ങനെയാണ് എനിക്ക് പറഞ്ഞൂടെ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു എന്താണ്? മൈനസ് ഓഫ് ടോട്ടൽ എനർജി ആണ് അല്ലെ? അതായത് ടോട്ടൽ എനർജിന്റെ കൂടെ ഒരു മൈനസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, മൈനസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? കൈനറ്റിക് എനർജിയാണ് കിട്ടുക അല്ലെ? അപ്പൊ കൈനറ്റിക് എനർജി ഈക്വൽ ടു മൈനസ് ഓഫ് ടോട്ടൽ എനർജി ആണ്. ഈ ടോട്ടൽ എനർജിന്റെ കൂടെ ഞാനൊരു 2 ആഡ് ചെയ്ത് വരും, മൾട്ടിപ്ലൈ ചെയ്തോ, എന്ത് സംഭവിക്കും? ഇത് കട്ട് ചെയ്യും, ഇത് കട്ട് ചെയ്തു പോകും. അപ്പൊ ഈ ഇക്വേഷൻ എന്തിന്റെ ഇക്വേഷൻ ആയി മാറി? പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ ആയി മാറി. അങ്ങനെയാണ് എനിക്ക് പറഞ്ഞൂടെ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു എന്താ വരിക? ദാറ്റ് ഈസ് 2 ഇൻറ്റു ടോട്ടൽ എനർജി ആണ്. ക്ലിയർ അല്ലേ? സിമ്പിൾ അല്ലേ? അപ്പൊ ഈ റിലേഷൻ എന്ത് ചെയ്യണം? നിങ്ങൾ ഓർത്തു വെക്കണം. ദിസ് ഈസ് ദ ഇക്വേഷൻസ് ഫോർ ടോട്ടൽ എനർജി ഓഫ് എ സാറ്റലൈറ്റ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ടോപ്പിക് എന്താ നോക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള നെക്സ്റ്റ് ടോപ്പിക് എന്താ നോക്കാം. എന്താണ്? ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് ഓർ ജിയോ സിങ്ക്രോണസ് സാറ്റലൈറ്റ് അല്ലെ? നിങ്ങൾക്കറിയാം ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്സിനെ കുറിച്ചാണ് നമ്മൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കുറച്ച് പോയിന്റ്സ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നോക്കിക്കോ. എന്താണ്? The geostation, the satellite which appears stationary with respect to Earth is called geostationary satellite or geosynchronous satellite. The orbit of geostationary satellites are called എന്താണ്? പാർക്കിംഗ് ഓർബിറ്റ് എന്നാണ് വിളിക്കുക അല്ലെ? അപ്പൊ എന്തെങ്കിലുമൊക്കെ ക്ലിയർ മീൻസ് ഏകദേശം ഐഡിയ കിട്ടിയോ? എന്താണ്? ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് എ സ്റ്റേഷനറി സാറ്റലൈറ്റ് വിത്ത് റെസ്പെക്ട് ടു എർത്ത് ആണ് അല്ലെ? അപ്പൊ നോക്കുക. അപ്പൊ വിത്ത് റെസ്പെക്ട് ടു സ്റ്റേഷനറി ആണോ അപ്പം ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്? അല്ല, ശരിക്കും സ്റ്റേഷനറി അല്ല. പക്ഷെ വിത്ത് റെസ്പെക്ട് ടു എർത്ത് നോക്കുമ്പോൾ എന്തായിട്ട് തോന്നും? നമുക്ക് സ്റ്റേഷനറി ആയിട്ട് തോന്നും. അതെന്താ അങ്ങനെ? നോക്കിക്കോളൂ. ഇത് എർത്താന്ന് വിചാരിക്കുക. ഇത് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്. സോ എർത്ത് നിന്ന് ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിലാണ് എന്തുള്ളത്? ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് എന്ന് വിചാരിക്കുക. അപ്പൊ എർത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താ സംഭവിക്കുക? ഈ സാറ്റലൈറ്റും എർത്തിന്റെ കൂടെ തന്നെ ഇങ്ങനെ റൊട്ടേറ്റ് ആവും. സോ ഇങ്ങനെ റൊട്ടേറ്റ് ആകുമ്പോൾ എർത്ത് നോക്കുന്ന ഒരാൾക്ക് എന്താ ഫീൽ ചെയ്യുക? ഈ സാറ്റലൈറ്റ് മൂവ് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യോ? ഫീൽ ചെയ്യില്ല. എർത്തിന്റെ കൂടെ തന്നെ റൊട്ടേറ്റ് ചെയ്യുന്നതുകൊണ്ട് എന്ത് ചെയ്യില്ല? ഫീൽ ചെയ്യുന്ന മീൻസ് ആ ഒരു മോഷൻ ഫീൽ ചെയ്യില്ല. ഏത് സാറ്റലൈറ്റ് മൂവ് ചെയ്യുന്നുണ്ടോ നമുക്ക് അറിയാൻ പറ്റില്ല അല്ലെ? അങ്ങനെയാണെങ്കിൽ ഈ ജിയോ സിങ്ക്രോണസ് സാറ്റലൈറ്റ്സ് റിവോൾവ് ചെയ്യുന്ന ആ ഓർബിറ്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്? പാർക്കിംഗ് ഓർബിറ്റിനെ വിളിക്കുക അല്ലെ? അപ്പൊ എത്രയായിരിക്കും ഒരു ജിയോ സിങ്ക്രോണസ് അല്ലെങ്കിൽ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റിന്റെ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? നിങ്ങൾ സെൻസ് ഉപയോഗിക്കുക. എന്താ വരിക? അതായത് ഒരു പ്രാവശ്യം ഫുൾ റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം എത്രയായിരിക്കും? എർത്ത് അതിന്റെ റൊട്ടേഷൻ ഒരു പ്രാവശ്യം കംപ്ലീറ്റ് എടുക്കുന്ന ടൈം ആണല്ലോ അല്ലെ? സോ അപ്പൊ എർത്ത് അതിന്റെ റൊട്ടേഷൻ കംപ്ലീറ്റ് എടുക്കുന്ന ടൈം എത്രയാ? 24 hours അല്ലെ? അങ്ങനെയാണെങ്കിൽ ടൈം പീരീഡ് ഓഫ് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് എത്രയായിരിക്കും? 24 hours. ക്ലിയർ അല്ലേ? സോ അത് ഏകദേശം എർത്തുനിന്ന് ഒരു പർട്ടിക്കുലർ ഹൈറ്റിലേക്ക് എന്തുണ്ടാവുക? സാറ്റലൈറ്റ് മൂവ് ചെയ്യും അല്ലെ? സോ ഈ ഹൈറ്റ് എന്ന് പറയുന്നത് 36,000 കിലോമീറ്റർ ദൂരത്താണ് അല്ലെങ്കിൽ ഹൈറ്റിലായിരിക്കും എന്തുണ്ടാവുക? ആ സാറ്റലൈറ്റ് ഉണ്ടാവുക. ആ സാറ്റലൈറ്റ് എന്ത് ചെയ്യുക?
എർത്തിനെ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുക ചെയ്യുക ആണല്ലോ. വിത്ത് വെലോസിറ്റി, ഒരു പെർട്ടിക്കുലർ വെലോസിറ്റി ഉണ്ടാവും. ദെൻ എർത്ത് നോക്കുന്ന ഒരാൾക്ക് ഇതെന്താണ്, ഒരു സ്റ്റേഷനറി ഓർബിറ്റ് ആയിട്ട് ഫീൽ ചെയ്യും. ക്ലിയർ ആണല്ലോ. സോ അതുപോലെ തന്നെ എന്താണ് ഇതിന്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് 24 hours ആണ്. അതുപോലെ തന്നെ ഈ ഒരു ഓർബിറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, പാർക്കിംഗ് ഓർബിറ്റ് അല്ലെ. അപ്പൊ എപ്പോഴും നിങ്ങൾ ക്വസ്റ്റ്യൻ തരുമ്പം ആലോചിച്ചോളൂ, പാർക്കിംഗ് ഓർബിറ്റ് എന്ന് പറഞ്ഞ കണ്ടീഷൻ തന്നിട്ടുണ്ടെങ്കിൽ അല്ലെ അവിടെ നിങ്ങൾക്ക് എന്ത് തരില്ല, ടൈം പീരീഡ് തരില്ല. കാരണം എന്താ, അത് പാർക്കിംഗ് ഓർബിറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് എന്താണ്, ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് ആണ്. സോ ടൈം പീരീഡ് എത്രയായിരിക്കണം, 24 hours ആയിരിക്കണം. ക്ലിയർ അല്ലേ, സിമ്പിൾ അല്ലേ? ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഇത്ര എന്തുള്ളൂ, ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്സ് ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് എന്താ നോക്കിക്കോളൂ. എന്താ വരിക, കെപ്ലേഴ്സ് ലോ ഓഫ് പ്ലാനറ്ററി മോഷൻസ് ആണ് അല്ലെ. കെപ്ലേഴ്സ് ലോ ഓഫ് പ്ലാനറ്ററി മോഷൻ ആണ്. സോ കെപ്ലർ 3 ലോ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട് റിഗാർഡിങ് പ്ലാനറ്ററി മോഷൻ. ഏതൊക്കെയാണ്, ലോ ഓഫ് ഓർബിറ്റ്സ്, ലോ ഓഫ് ഏരിയ ആൻഡ് ലോ ഓഫ് പീരീഡ്സ് ആണല്ലോ. അതിൻ്റെ അകത്ത് നമുക്കറിയാം എന്താണ് ഈ കെപ്ലറിന്റെ റോൾ, എന്താണ് ഇതിനകത്ത് അല്ലെ. ആദ്യം നമ്മൾ ടോളമി എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ഒരു ജഡ്ജ്മെന്റ് ഉണ്ടായിരുന്നു അല്ലെ. എന്താണ്, സൺ എന്ന് പറയുന്നത് അല്ലെങ്കിൽ എർത്ത് ആണ് റെസ്റ്റിൽ, എർത്തിന് ചുറ്റും എന്താണ് ബാക്കി എല്ലാ പ്ലാനറ്റ്സും അതുപോലെ തന്നെ സണ്ണും റിവോൾവ് ചെയ്യാന്നുള്ള ഒരു കൺസെപ്റ്റ് ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് അല്ലെ. പിന്നീടാണ് അത് മാറിയത് അല്ലെ. കോപ്പർനിക്കസ് വന്നു, കോപ്പർനിക്കസ് ജഡ്ജ് ചെയ്ത് എന്താണ്, എർത്ത് എന്ന് പറയുന്നത് ഒരിക്കലും സ്റ്റേഷനറി അല്ല. സോ എർത്ത് എന്ത് ചെയ്യുന്നുണ്ട്, മൂവ് ചെയ്യുന്നുണ്ട്. എന്തിനു ചുറ്റും, സണ്ണിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നുണ്ട്. ആദ്യമായിട്ട് പറഞ്ഞ ആരാണ്, കോപ്പർനിക്കസ് ആണ് അല്ലെ. സോ പിന്നെ എന്താണ്, ആ ഒരു മൂവ്മെന്റ് എങ്ങനെയായിരിക്കുന്ന ഒരു ഡിഫൈൻ ആണ് ആര് കൊടുത്തത്, കെപ്ലർ കൊടുത്തത്. എങ്ങനെ, കെപ്ലർ 3 ലോ പ്രപ്പോസ് ചെയ്തു. സോ ഈ 3 ലോനെ വിത്ത് റെസ്പെക്റ്റിലാണ് എന്ത് ചെയ്യുന്നത്, പ്ലാനറ്റ്സ് സണ്ണിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നത് അല്ലെ. സോ അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ലോ എന്താണ്, ലോ ഓഫ് ഓർബിറ്റ്സ് ആണ്. എന്താ പറയുന്നത്, ലോ ഓഫ് ഓർബിറ്റ്സ് വളരെ സിമ്പിൾ ആണ്, നോക്കിക്കോ. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് എവറി പ്ലാനറ്റ് മൂവ് അറൌണ്ട് ദ സൺ അല്ലെ. എവറി പ്ലാനറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, സണ്ണിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നുണ്ട്. എങ്ങനെ, ഇൻ ആൻ എലിപ്റ്റിക്കൽ ഓർബിറ്റ് അല്ലെ. എലിപ്റ്റിക്കൽ ഓർബിറ്റിലാണ് എന്ത് ചെയ്യുന്നത്, റിവോൾവ് ചെയ്യുന്നത്. വിത്ത് സൺ ഈസ് അറ്റ് വൺ ഓഫ് ദി ഫോക്കൈ ആണ്. എന്തുകൊണ്ടാണ് ഫോക്കൈ എന്ന് പറയാൻ കാരണം, അതായത് ഒരു എലിപ്സിന് 2 ഫോക്കസ് ഉണ്ടാവും, അതുകൊണ്ടാണ് ഫോക്കൈ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമ്മളിത് ഫിഗർ വരയ്ക്കുകയാണ്, എങ്ങനെ വരും, ഇതാണ് ഒരു എലിപ്സ് അല്ലെ. എലിപ്സിന് 2 ഫോക്കസ് ഉണ്ട്. സോ ഈ ഫോക്കസിലാണ് എന്തുള്ളത്, സൺ ഉള്ളതെന്ന് വിചാരിച്ചോ, അങ്ങനെയല്ലേ. അപ്പൊ പ്ലാനറ്റ് ഇവിടെ ഉണ്ട്, ദെൻ പ്ലാനറ്റ് ഇവിടെ എത്തുന്നെന്ന് വിചാരിച്ചോ. ഇത് എ ആണ്, ഇത് ബി എന്ന് പറഞ്ഞ പൊസിഷൻ ആണ്. സോ ഇതാണ് എന്ത്, എലിപ്സിന്റെ ആ ഒരു മിഡിൽ പോർഷൻ എന്ന് പറയുന്നത് ആണല്ലോ. സോ നിങ്ങൾ ആലോചിച്ചോ, ഈ ആക്സിസിനെ വിളിക്കുന്ന പേരെന്താണ്, മേജർ ആക്സിസ് ഫോർ എൻ എലിപ്സ്. ഇതോ ഇത് മൈനർ ആക്സിസ് ആണ്. സോ മേജർ ആക്സിസ് മൈനർ ആക്സിസിന്റെ ആ ലെങ്ത് എന്ന് പറയുന്നത് സ്മോളർ ആണെന്ന് വിചാരിച്ചു ആണല്ലോ. സോ ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, R1 ആണ്. അതുപോലെ തന്നെ ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്രയാ, R2 ആണ്. സോ R1 ഉം R2 നമ്മൾ വ്യത്യാസം എന്താ, R1 ഈസ് ദ ഡിസ്റ്റൻസ്, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പ്ലാനറ്റ് ആൻഡ് സൺ ആണ് അല്ലെ. ഈ പ്ലാനറ്റ്സ് കറങ്ങി ഇവിടെ എത്തുമ്പോൾ അല്ലെ, അപ്പം സാറ്റലൈറ്റ് സണ്ണും പ്ലാനറ്റും തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് R1 ആൻഡ് R2 ഈസ് ദ ലോങ്സ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സൺ ആൻഡ് പ്ലാനറ്റ് ആണ്. ക്ലിയർ ആണല്ലോ. അപ്പൊ ഞാൻ ആ ലോ ഒന്നും കൂടി പറയാം. എന്താണ്, ദ പ്ലാനറ്റ്സ് റിവോൾവ് അറൌണ്ട് ദ സൺ ഇൻ എൻ എലിപ്റ്റിക്കൽ ഓർബിറ്റ് വിത്ത് സൺ ഈസ് വൺ ഓഫ് ദി ഫോക്കൈ ആണല്ലോ. സോ അങ്ങനെയാണ് ഈ ഒരു ഷോർട്ട് ഡിസ്റ്റൻസിനെ അല്ലെങ്കിൽ R1 നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട്, എന്താണ്, പെരിജി എന്നാ വിളിക്കുക. എന്താണ്, പെരിജി. ദെൻ R2 എന്താണ്, അല്ലെങ്കിൽ ഈ പോയിന്റിന് നമുക്ക് എന്ത് വിളിക്കാം, പെരിജി എന്ന് വിളിക്കാം അല്ലെ. സോ എന്ത് വരും, അപ്പൊ ഇത് അപ്പോജി ആണ്, അപ്പോജി. അപ്പൊ പെരിജി അപ്പോജി വളരെ ഇമ്പോർട്ടന്റ് ആണ്. പെരിജി എന്ന് പറഞ്ഞാൽ എന്താണ്, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഷോർട്ടസ്റ്റ് പോയിന്റ് നിയർ സൺ ആണ്. അതുപോലെ തന്നെ അപ്പോജി എന്ന് പറഞ്ഞാൽ എന്താണ്, ലോങ്സ്റ്റ് പോയിന്റ് അല്ലെങ്കിൽ ലോങ്സ്റ്റ് ഡിസ്റ്റൻസിലുള്ള പോയിന്റ് ആണ് എന്ത്, അപ്പോജി എന്ന് പറഞ്ഞാൽ ആണല്ലോ. ക്ലിയർ അല്ലേ. അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്തു വെക്കുക. എന്താണ് സെമി മേജർ ആക്സിസ്, എന്താണ് സെമി മൈനർ ആക്സിസ്, കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്തിരിക്കുക. ഇത്ര എന്തുള്ളൂ, ഫസ്റ്റ് ലോ പറയുന്നുള്ളൂ അല്ലെ. ലോ ഓഫ് ഓർബിറ്റ് എന്തുള്ളൂ, ഇത്രയേ ഉള്ളൂ. സോ നെക്സ്റ്റ് എന്താണ്, ലോ ഓഫ് ഏരിയ ആണ്. നോക്കിക്കോ, ലോ ഓഫ് ഏരിയ. എന്താണ് ലോ ഓഫ് ഏരിയ പറയുന്നത് നോക്കിക്കോ. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ ലൈൻ ജോയിനിങ് അല്ലെ, ഏതോ ഒരു ലൈൻ ജോയിൻ ഉണ്ട്. നെക്സ്റ്റ് ലോ ആണ് എന്താണ്, ലോ ഓഫ് ഏരിയ ആണ്. സെക്കൻഡ് ലോ ഓഫ് പ്ലാനറ്ററി മോഷൻ ആണ്. എന്താ പറയുന്നത്, ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ ലൈൻ ജോയിനിങ് സൺ ടു ദ പ്ലാനറ്റ് സ്വീപ്സ് ഈക്വൽ ഏരിയ ഇൻ
ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈം. എന്തെങ്കിലുമൊക്കെ ക്ലിയർ ആയോ? സോ നോക്കിയോ, വളരെ സിമ്പിൾ ആണ്. എന്താണ്? നമുക്കറിയാം ഇത് എർത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റ് റിവോൾവ് ചെയ്യേണ്ട സൺ ഇവിടെ ഉണ്ട് വിചാരിക്കാം അല്ലെ. ഞാൻ ആദ്യം 2 പോയിന്റ് കൺസിഡർ ചെയ്തു. ഇത് എ എന്ന് പറഞ്ഞ പോയിന്റ് ആണ്, ഇത് ബി എന്ന് പറഞ്ഞ പോയിന്റ് ആണ്. സോ ദിസ് ഈസ് ദ ലൈൻ ജോയിനിങ് സൺ ആൻഡ് പ്ലാനറ്റ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ എ എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് പ്ലാനറ്റ് സ്റ്റാർട്ട് ചെയ്യാണ്. സോ ഒരു പർട്ടിക്കുലർ ടൈം കഴിയുമ്പോൾ പ്ലാനറ്റ് എവിടെത്തി? ബിയിലെത്തി. എത്ര സമയം കൊണ്ട്? ഡെൽറ്റ T1 സമയം കൊണ്ട്. സോ ആ സമയം കൊണ്ട് ഈ പ്ലാനറ്റ് സ്വീപ്പ് ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ, ആ ഏരിയ ആണ് ഞാൻ കാണിച്ചത്. സോ ഇത് ഡെൽറ്റ A1 ആണല്ലോ. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് പറയാം? ഡെൽറ്റ A1 ഡിവൈഡഡ് ബൈ ഡെൽറ്റ T1 അല്ലെ. സോ ഞാൻ അടുത്ത രണ്ട് പോയിന്റ് കൺസിഡർ ചെയ്യാണ്. ഇത് സി എന്ന് പറഞ്ഞ പോയിന്റ് ആണ്, ഇത് ഡി എന്ന് പറഞ്ഞ പോയിന്റ് ആണ്. സോ അങ്ങനെയാണെങ്കിൽ ലൈൻ ജോയിനിങ് ദ പ്ലാനറ്റ് ആൻഡ് സൺ ആണല്ലോ. സോ ഈ ഏരിയ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഏരിയ എത്രയാ വരിക? A2 ആണ്. സോ ഇവിടുന്ന് ഇവിടെ എത്താനുള്ള ടൈം എത്രയാണ്? ഡെൽറ്റ T2 ആണ്. എന്ത് വരും? ഡെൽറ്റ A2 ഡിവൈഡഡ് ബൈ ഡെൽറ്റ T2. ഇത് രണ്ടും എന്തായിരിക്കും? ഈക്വൽ ആണെന്നാണ് ആര് പറഞ്ഞത്? കെപ്ലറിന്റെ സെക്കൻഡ് ലോ പറയുന്നത് അല്ലെ. അതായത് ഏരിയ ബൈ ടൈം എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. സോ ഏരിയ ഡിവൈഡഡ് ബൈ ടൈം ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. ക്ലിയർ ആണോ? ഇതാണ് എന്ത്? സെക്കൻഡ് ലോ ഓഫ് പ്ലാനറ്ററി മോഷൻ പറയുന്നത് അല്ലെ. ഈ സെക്കൻഡ് ലോന് വേറൊരു ഡെഫിനിഷൻ കൂടി ഉണ്ട്. നമ്മൾ എന്ത് പറയാറുണ്ട്? ഏരിയൽ വെലോസിറ്റി ഈസ് എ കോൺസ്റ്റന്റ് എന്ന് പറയാറുണ്ട്. എന്താണ്? ഏരിയൽ വെലോസിറ്റി ഈസ് എ കോൺസ്റ്റന്റ് ആണല്ലോ. സോ അപ്പൊ അതിനും എന്താണ് ഏരിയൽ വെലോസിറ്റി നോക്കിക്കോളൂ. സോ dA/dt നമ്മൾ എന്ത് വിളിക്കുക? ഏരിയൽ വെലോസിറ്റി എന്ന് വിളിക്കുക. എന്താണ് ഏരിയൽ വെലോസിറ്റി? സോ dA/dt എന്ന് പറയുന്നത് എത്രയാ? L/2m ആയിരിക്കും. സോ ഏരിയൽ വെലോസിറ്റി ഒരു കോൺസ്റ്റന്റ് ആണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണ് ഈ ടേംസ് മൊത്തം കോൺസ്റ്റന്റ് ആവണേ അല്ലെ. അപ്പൊ L കോൺസ്റ്റന്റ് ആവുമോ? ആംഗുലർ മൊമെന്റ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണോ? അപ്പൊ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്താണ്? ലോ ഓഫ് ആംഗുലർ മൊമെന്റ്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം പഠിച്ചിട്ടുണ്ട് അല്ലെ. എന്താണ്? ഇഫ് ദർ ഇസ് നോ ടോർക്ക് ആക്ടിങ് ഓൺ എ ബോഡി, ദ ടോട്ടൽ ആംഗുലർ മൊമെന്റം ഈസ് കൺസേർവ്ഡ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏതെങ്കിലും ഈ ഒരു പ്ലാനറ്റിന് മേലെ ഏതെങ്കിലും ഒരു എക്സ്റ്റേണൽ ടോർക്ക് ആക്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് നമുക്ക് പറയാം ഈ പ്ലാനറ്റ്സിന്റെ ആംഗുലർ മൊമെന്റ് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. സോ L കോൺസ്റ്റന്റ് ആണ്. M എന്ന് പറയുന്ന മാസ് ഓഫ് ദ പ്ലാനറ്റ് ആണ്, അതും കോൺസ്റ്റന്റ് അല്ലേ, അത് മാറുന്നില്ല. സോ അങ്ങനെയാണ് ഏരിയൽ വെലോസിറ്റി എന്തായിരിക്കും? ഇസ് എ കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ ഏത് ഡെഫിനിഷൻ എഴുതി കഴിഞ്ഞാലും കറക്റ്റ് ആണ് കേട്ടോ. സോ വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്ത്? ഏരിയൽ വെലോസിറ്റി എന്ന് പറയുന്നത്. ഏരിയൽ വെലോസിറ്റി ഇസ് എ കോൺസ്റ്റന്റ് ആയിരിക്കും. ക്ലിയർ അല്ലേ? ഇതാണ് എന്ത്? ലോ ഓഫ് ഏരിയ എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആണ്. 1-2 മാർക്കിനൊക്കെ ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ഇതിനകത്തുണ്ട്. ക്ലിയർ ആണല്ലോ. സോ നെക്സ്റ്റ് ഒരൊറ്റ ലോയും കൂടി ഉള്ള ഏതാണ്? ലോ ഓഫ് പീരീഡ്സ് ആണ്. നോക്കിക്കോളൂ എന്താ വരിക ലോ ഓഫ് പീരീഡ്സ്? ലോ ഓഫ് പീരീഡ്സ് ആണ് അല്ലെ. എന്താ ലോ ഓഫ് പീരീഡ്സ് പറയുന്നത്? ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ സ്ക്വയർ ഓഫ് ദ ടൈം പീരീഡ് ഓഫ് റിവോൾവിംഗ് പ്ലാനറ്റ് അല്ലെ. അതായത് നമ്മളെ എർത്തിന് ചുറ്റും അല്ലെങ്കിൽ സണ്ണിന് ചുറ്റും റിവോൾവ് ചെയ്യുന്ന പ്ലാനറ്റിന്റെ ടൈം പീരീഡ്. സോ വാട്ട് ഈസ് ടൈം പീരീഡ്? ടൈം പീരീഡ് ഈസ് ദ ടൈം റിക്വയർഡ് ടു കംപ്ലീറ്റ് 1 റെവല്യൂഷൻ ആണല്ലോ. സോ ടൈം പീരീഡിന്റെ സ്ക്വയർ എന്തിന് പ്രപ്പോർഷണൽ ആണെന്നാണ് പറഞ്ഞത്? സ്ക്വയർ ഓഫ് ദ ടൈം പീരീഡ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ദ ക്യൂബ് ഓഫ് ദി സെമി മേജർ ആക്സിസ് ആണ് അല്ലെ. സെമി മേജർ ആക്സിസിന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ എത്ര വരും? R³ ആണ് വരിക. ഞാൻ നേരത്തെ സെമി മേജർ ആക്സിസ് കാണിച്ചിട്ടുണ്ട്. ഇതാണ് മേജർ ആക്സിസ്, അതിന്റെ പകുതിയാണ് എന്ത്? സെമി മേജർ ആക്സിസ് എന്ന് പറഞ്ഞാല് 6 ആണ് അല്ലെ. അപ്പൊ T² ഈസ് പ്രപ്പോർഷണൽ ടു R³ ആണ്. സോ എന്ത് വരും? T² ഡിവൈഡഡ് ബൈ R³ എന്ന് പറയുന്നത് എ കോൺസ്റ്റന്റ് ആയിരിക്കും ആണല്ലോ. ഇത് എല്ലായ്പ്പോഴും എന്താണ്? കോൺസ്റ്റന്റ് ആണ്. ഫോർ എ സാറ്റലൈറ്റിന്റെ കേസിലും ഇതെന്താണ്? കോൺസ്റ്റന്റ് ആണ്. നമുക്ക് ലാസ്റ്റ് ഇങ്ങനത്തെ റിലേഷൻ കിട്ടീനി. T² ഈസ് പ്രപ്പോർഷണൽ ടു R³ എന്ന് പറഞ്ഞ റിലേഷൻ എവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു? സാറ്റലൈറ്റിന്റെ കേസിലും കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഇത് ആ കേസിൽ എന്താണ്? ആപ്ലിക്കബിൾ ആണ്. സോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലോ ആണ് കേട്ടോ. ഏറ്റവും കൂടുതൽ പ്രോബ്ലംസ് നിങ്ങൾക്ക് എൻട്രൻസ് ലെവലിലായാലും ശരി, നിങ്ങളുടെ ബോർഡ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ആയാലും ശരി, ഏറ്റവും കൂടുതൽ പോയിന്റ്സ് ചോദിക്കുന്ന ഒരു സെക്ഷൻ ആണിത്. എന്ത്? ലോ ഓഫ് പീരീഡ്സ് വരുന്ന ഈ ഒരു ഇക്വേഷൻ R² ഈസ് പ്രപ്പോർഷണൽ ടു T² ഈസ് പ്രപ്പോർഷണൽ ടു R³ എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷൻ എന്താണ്? The law states that square of the time period is directly proportional to the cube of the semi-major axis. Clear അല്ലേ? ഇത്രയും എന്തുള്ളൂ? ലോ ഓഫ് പീരീഡ്സ് ഉള്ളൂ.
ഓക്കെ സ്റ്റുഡൻസ്, അപ്പം ഇതോടുകൂടി നമ്മളുടെ ഈ ഒരു ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്, തിയറി കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. സോ നമുക്ക് ഇനി NCERT-യിലെ കുറച്ച് പ്രോബ്ലംസ് എന്ത് ചെയ്യാനുണ്ട്, സോൾവ് ചെയ്യാനുണ്ട്. സോ നെക്സ്റ്റ് പാർട്ടിൽ നമ്മൾ ഇതിന്റെ പ്രോബ്ലംസ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുക. അപ്പൊ നിങ്ങൾ ഈ ഈ ഫസ്റ്റത്തെ 4 പാർട്ട് കണ്ടിട്ട് എന്ത് ചെയ്യണം, നിങ്ങളെ തിയറി സ്ട്രോങ് ആക്കി വെക്കുക. സോ എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പ്രോബ്ലത്തിലേക്ക് കടക്കാം. സോ അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് പ്രോബ്ലം വളരെ സിമ്പിൾ ആയിരിക്കും. പിന്നെ ഏതൊരു ടഫ് പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജസ്റ്റ് ഒന്ന് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും ആണല്ലോ, തിയറി സ്ട്രോങ് ആണെങ്കിൽ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, തിയറി പഠിക്കണം. സോ അതോടുകൂടി നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സോ നമുക്ക് നെക്സ്റ്റ് ടൈം കുറച്ച് പുതിയ പ്രോബ്ലംസ് ആയിട്ട് എന്ത് ചെയ്യാം, മീറ്റ് ചെയ്യാം. അത് കഴിഞ്ഞ് പിന്നെയും ചാപ്റ്റേഴ്സിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഇനിയും മീറ്റ് ചെയ്യും. സോ അതുവരെ താങ്ക് യു.